ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഫലവൃക്ഷ തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് എൻ്റെ കുറ്റിക്കുരുമുളകാണ്. അപ്പം അതികഠിനമായ ചൂട് കാരണം ഇതിനൊക്കെ കുറച്ച് വാട്ടം സംഭവിച്ചു. അപ്പം മഴ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സന്തോഷത്തിലാണ്. പുതിയ തിളിരുകളും പുതിയ ഇലകളുമായിട്ടൊക്കെ കുറ്റിക്കുരുമുളക് സന്തോഷമായിട്ട് നിൽപ്പുണ്ട്. ഇതിൻ്റെ വേറെ കുറച്ച് വെറൈറ്റി എനിക്ക് സെറ്റ് ചെയ്യാൻ പ്ലാനുണ്ട്. എന്തായാലും നല്ല കുറച്ച് വെറൈറ്റിയും കൂടെ ഏകദേശം ഏറ്റവും കുറഞ്ഞൊരു 10-15 മൂഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. അപ്പം എല്ലാം ഒന്ന് തുടക്കം നോക്കി അതെങ്ങനെ പോകുന്നു നോക്കിയിട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു. അതെന്തായാലും ഇതുവരെ സക്സസ് ആണ്. അപ്പം ഇന്ന് ജൂൺ 1-ാം തീയതിയാണ്. ഞാൻ എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയാണ് വളങ്ങൾ പ്രയോഗിക്കുന്നത്. അപ്പം ഞാൻ 99% ജൈവവളങ്ങളാണ് ചെയ്യുന്നത്. ജൈവവളങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ ഫുൾ പ്ലാന്റുകളെല്ലാം റിസൾട്ടിലോട്ട് വരുന്നത്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ കാണിക്കാം. ഇത് ജപ്പാൻ പേരയാണ്. ജപ്പാൻ പേര, റെഡ് പേര അധിക സ്ഥലങ്ങളിലും കായ്ക്കാനും വൈകുന്നു. അതിനധികം ചൂട് വേണ്ട, തണുത്ത കാലാവസ്ഥ ഉണ്ടെങ്കിൽ പിടിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് വെച്ചിട്ട് ഏകദേശം ഒരു 3 മാസമേ ആയിട്ടുള്ളൂ. ചെറിയൊരു തൈയായിരുന്നു. ഞാൻ ആദ്യം ചെയ്യുന്നത് പോലെ തന്നെ ഇതിനെ ഒരുപാട് വളരാൻ അനുവദിക്കാതെ പ്രൂൺ ചെയ്ത് ഇപ്പം നിറയെ പൂക്കൾ വന്നിട്ടുണ്ട്. പൂക്കൾ കായ്കളും ആയിട്ടുണ്ട്. പക്ഷേ ഇത് കായ്കളായെന്ന് 100% പറയാൻ പറ്റില്ല. ഇത് 2 ആഴ്ച കഴിയണം, എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായി കായായെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതെൻ്റെ ബുഷ് ഓറഞ്ചാണ്. ബുഷ് ഓറഞ്ചിൽ നിറയെ ഓറഞ്ച് പിടിക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ഞാൻ കൊടുക്കുന്ന വളം ഒന്ന് തന്നെയാണ്. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അതിനെല്ലാം വളം കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ സ്ട്രോബെറി റെഡ് പേരയാണ്. അതും നല്ല ആരോഗ്യത്തോടെ ഒരുപാട് ചെറിയ തൈയായപ്പോൾ തന്നെ ഒരുപാട് കായ്കൾ പിടിക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ചത് ഏകദേശം 1-2 മാസം വ്യത്യാസമേ ഉള്ളൂ. ഇപ്പം ഫെബ്രുവരി 1-ാം തീയതിയോ ഫെബ്രുവരി 2-ാം തീയതിയാണ് ഞാൻ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് പിന്നെ അവസാനം ഓരോ ആഴ്ചയോ അല്ലെങ്കിൽ ഓരോ മാസം ഇടവിട്ടോ ഞാൻ ഓരോരോ പ്ലാന്റുകൾ വാങ്ങിച്ച് കൂട്ടുകയാണ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം ഇത്രത്തോളം പ്ലാന്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്ലാന്റുകളും നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് 3 to 4 മന്തിനകത്ത് മാത്രമേ ആയിട്ടുള്ളൂ. അഗസ്തി നല്ലപോലെ പൂക്കളും കായ്കളും ബുഷായിട്ട് തന്നെ നിർത്തിയതുകൊണ്ട് പിടിക്കുന്നുണ്ട്. ഇതിൻ്റെ തായ്വാൻ പിങ്ക് പേരയാണ്. അതിൽ നിറയെ മുട്ടുകൾ വരുന്നുണ്ട്. ഇതിൽ പേരയ്ക്ക് പിടിച്ച വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ബേറാപ്പിളാണ്. ഞാൻ ഈ പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് മക്കളെ നോക്കുന്നത് പോലെ എൻ്റെ പ്ലാന്റുകളെ നോക്കുന്നതുകൊണ്ടാണ് ഇത്രയും മാത്രം നല്ല റിസൾട്ട് എനിക്ക് ലഭിക്കുന്നത്. എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നല്ല വീഡിയോകൾ അയക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.